ബീഹാറിലെ കുത്തക മണ്ഡലമായ ബാങ്കിപൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഞെട്ടിക്കുന്ന തോൽവി. ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ 19,323 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റ് പിടിച്ചെടുത്തത്. സിറ്റിംഗ് MLA അയോഗ്യനാക്കപ്പെട്ട മധ്യപ്രദേശിലെ ദാത്തിയ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിവുണ്ടായില്ല. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലം ബിജെപി നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷം കുത്തനെയിടിഞ്ഞു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ മിന്നുന്ന വിജയം ബിജെപിക്ക് ചെറുതല്ലാത്ത ആഘാതമാണ് ബീഹാറിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ബാങ്കിംപൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ രാജിവെച്ച ഒഴിവിലാണ് ബാങ്കിംപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നിതിൻ നവീന്റെ ബൂത്തിൽ പോലും ബിജെപി പിന്നിലായിപ്പോയി എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് ബാങ്കിംപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിന്. പ്രശാന്ത് കിഷോറിന്റെ മിന്നുന്ന വിജയം ബിജെപിയെ ഞെട്ടിച്ചത് പ്രധാനമായും അർബൻ മേഖലകളിലാണ്. അർബൻ മേഖലകളിലുള്ള ബിജെപിയുടെ സ്വാധീനം പോകുന്നത് മാത്രമല്ല, മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ളത് ഹിന്ദു വോട്ടർമാരാണ് എന്നതും ബിജെപിക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ട് നീണ്ട നിതീഷ് കുമാറിന്റെ ഭരണം മാറ്റിക്കൊണ്ടാണ് ബിജെപി സാമ്രാജ് ചൗധരിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ സർക്കാർ രൂപീകരിച്ചത്. ഇതിനുശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിട്ടു എന്നതും ബിജെപിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ ആഞ്ഞടിച്ച യുവജന പ്രതിഷേധത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായതും യുവജനങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് ബിജെപിക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ബാങ്കിംപൂരിലെ ജനങ്ങൾക്ക് ഇനി യഥാർത്ഥ ജനപ്രതിനിധിയുടെ ജോലി എന്തെന്ന് കാണിച്ചു നൽകുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വാഗ്ദാനം. बिहार के लोग सिर्फ मजदूरी करने के लिए नहीं पैदा हुए हैं और 5 साल के लिए भाजपा को मैंडेट मिला है. उनको अच्छा आदमी देना चाहिए, अच्छे लोगों को मंत्रिमंडल में रखना चाहिए ताकि बिहार की तरक्की हो, बिहार का विकास हो. അതേസമയം ജനവിധി അംഗീകരിക്കുന്നു എന്ന് ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരിയും പ്രതികരിച്ചു. ഭരണം കയ്യിലുണ്ടായിട്ടും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ദാത്തിയ മണ്ഡലവും ബിജെപിക്ക് തലവേദനയാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും MLA ശിക്ഷിക്കപ്പെട്ടതോടെയാണ് അയോഗ്യത വന്നതും തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതും. കഴിഞ്ഞ തവണ 7000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ദാത്തിയയിൽ കോൺഗ്രസിന് ഇത്തവണ 6000-ന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഇതും കോൺഗ്രസിന് ചെറുതല്ലാത്ത ആത്മവിശ്വാസം നൽകുന്നുണ്ട്. രാജ്യത്തെ തന്നെ സമ്പന്നനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് മധ്യപ്രദേശിലെ BJP മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പാർട്ടിയുടെ സാമ്പത്തിക നിലയും അത്ര മോശമല്ലാത്ത നിലയിലാണ്. എന്നിട്ടും BJPക്ക് അട്ടിമറി സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. BJPയുടെ മുതിർന്ന നേതാവായ നരോത്തം മിശ്ര 1 പതിറ്റാണ്ട് കാലം ദാത്തിയ പ്രതിനിധാനം ചെയ്തിരുന്നു. എന്നാൽ 2023-ലെ തോൽവിക്ക് ശേഷം അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ പുതുമുഖത്തെ പരീക്ഷിച്ചതും പാർട്ടിക്കുള്ളിൽ വിഭജനത്തിനും അതോടൊപ്പം തന്നെ തിരിച്ചടിക്കും കാരണമായി എന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പ്രതീക്ഷിച്ച പോലെ BJP സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. എതിരാളികളില്ലെന്ന് വിശ്വസിച്ച ഗുജറാത്തിലും BJP തിരിച്ചടി നേരിട്ടു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.